എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ആവിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് പരിപാടികളൊന്നുമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. എങ്ങനെയാണെന്ന് കണ്ടാലോ? അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, സാധാരണ നോർമൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. നിങ്ങളുടെ മക്കൾക്ക് ആ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ കുറച്ച് ബട്ടർ ചേർത്താലും മതിയാകും കേട്ടോ. ഇതെല്ലാം നമ്മുടെ മക്കളുടെ താല്പര്യങ്ങളാണല്ലോ നമ്മൾ ഒരുപാട് പ്രിഫർ ചെയ്യുക. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എടുക്കുന്ന റവ ഉണ്ടല്ലോ, ആ റവയാണേ. അതിനെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ കുറേശ്ശെ നമ്മൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കട്ട കെട്ടാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ മറന്നു പോകരുത്. കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ മക്കൾക്കുണ്ടല്ലോ ഈ ഉപ്പുമാവെന്ന് പറയുന്ന സാധനം തീരെ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഈ റവ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് തീർക്കണമല്ലോ. അതിനുള്ള പൊടിക്കൈകളാണ് കേട്ടോ ഇതൊക്കെ. ആർക്കൊക്കെ ഉപ്പുമാവ് ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആദ്യമേ നമ്മൾ മുഴുവനായിട്ടും ഈ റവ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കട്ട കെട്ടി കിടക്കാനും മിക്സ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാവും. ഇങ്ങനെ കുറേശ്ശെ ചേർത്തെടുക്കുമ്പോൾ അത് നമ്മുടെ കൈക്കും നല്ലൊരു സുഖമുള്ള പണിയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി റവ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാനിൽ തട്ടിയിരുന്ന ഭാഗം ചെറുതായിട്ട് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഈ ചൂടോടുകൂടി എന്തായാലും മിക്സ് ചെയ്യാൻ പറ്റില്ല. ചൂടൊന്ന് തണുത്ത് കിട്ടട്ടെ, അതിനായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകും. ഇനി അത്യാവശ്യം വലിയ ഒരു ക്യാരറ്റ് പീൽ ചെയ്തെടുത്തിട്ട് അതിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് ബദാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ്യൂ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ ചേർത്തില്ല എങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ബദാം ആ നെയ്യിൽ ഇങ്ങനെ റോസ്റ്റായി വരുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, എന്താ മണം അല്ലേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യിൽ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ച് ആ ഒരു അളവൊന്ന് കുറഞ്ഞു വരും ക്യാരറ്റിൻ്റെ. ആ സമയത്ത് നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/4 കപ്പ് ക്യാരറ്റ് എടുത്തിരിക്കുന്നത് കൊണ്ട് 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. ആ തേങ്ങ കൂടി ചേർത്തിട്ട് അതും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. തേങ്ങയുടെ ആ ഒരു പച്ച ആ ഒരു ഫ്ലേവർ ഒന്ന് മാറിയാൽ മാത്രം മതി. ഒരുപാടങ്ങ് ഡ്രൈ ആക്കുകയെന്ന് വേണ്ട. ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലിനി ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ശർക്കരയാണ് ഉള്ളതെങ്കിൽ, അതിൽ പൊടിയും മണ്ണും ഒന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് ശർക്കര എടുത്ത് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അതിനെ ഒന്ന് അലിയിച്ചിട്ട് അരിച്ചാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എത്രയൊക്കെ നമ്മൾ പൊടിയില്ല എന്ന് നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ 1-2 ഒക്കെ മണ്ണ് കടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിനെ ഇങ്ങനെ അരിച്ച് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്തുണ്ടാക്കുന്ന ഏത് പലഹാരങ്ങളിലും കുറച്ച് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ശർക്കരയുടെ ആ ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് ഒഴിവായി കിട്ടും. പിന്നെ നമ്മൾ പൊടിച്ച ശർക്കര പാക്കറ്റിൽ വാങ്ങുമല്ലോ, അതാണെങ്കിൽ ഈ പൊടിയും മണ്ണും ഒന്നും ഇല്ലാണ്ട് കിട്ടും. അതാണെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ശർക്കര പാനിയിലെ ആ വെള്ളം എല്ലാം വറ്റി നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. വേറൊരു കാര്യം പറയട്ടെ, ഈ ഫില്ലിങ് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ചുകൂടി മധുരം കുറച്ചെടുത്ത് കഴിഞ്ഞാൽ വാനില ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഇനി നമുക്ക് റവയുടെ കൂട്ട് എന്തായെന്ന് നോക്കിയാലോ. ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിൻ്റെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഇതിലൊരു എക്സ്ട്രാ സാധനം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മളെ മക്കളെ കൊണ്ട് കഴിപ്പിക്കാനുള്ള ഐഡിയ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്താണ്, ഇതിലേക്കൊരു 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വളരെ ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നേരത്തെ ഫില്ലിങ്ങിന് തയ്യാറാക്കിയതിൽ കുറച്ച് വലുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തത്. ഇത് തീരെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്ത് ബോളാക്കി എടുക്കാം. പിന്നെ നമുക്കിതിൽ നിന്ന് ഓരോ നാരങ്ങയുടെ വലിപ്പമുള്ള ബോൾ എടുക്കുക. പിന്നെ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പരിപാടി തന്നെയാണ്. അതിൽ നിന്ന് ഒരു ബോളാക്കി എടുക്കുക. അതിനെ കയ്യിൽ വെച്ച് പരത്തി അതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഇത് നമ്മുടെ ഒരുപാട് വലുതാക്കി എടുക്കാണ്ട് ഒരു മീഡിയം സൈസ് ആക്കി എടുത്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. റവ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിയായിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഓരോ ടീസ്പൂൺ വീതം വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ എടുക്കുന്ന മാവിൻ്റെ അളവനുസരിച്ചിട്ട് വേണം അതിനകത്ത് ഫില്ലിങ് വെക്കാനായിട്ട്. തീരെ പുറത്തൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഒരു വിരൽ കൊണ്ട് അതൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കതിനെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി വേറൊരു ഐഡിയ കൂടിയുണ്ട് ഇതിനെ റൗണ്ട് ചെയ്തെടുക്കാനായിട്ട്. ദാ ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ആക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതിനെ റൗണ്ടാക്കി എടുക്കാൻ പറ്റും. ഉരട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ടെക്നിക്കാണ് കേട്ടോ ഇത്. പണ്ട് ഉമ്മച്ചിയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കാണാമായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഫില്ലിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടേ. 6 വലിയ ബോളും 2 കുഞ്ഞി ബോളും കിട്ടിയിട്ടുണ്ടേ. ആ സമയം തന്നെ നമ്മളൊരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ തട്ടിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. അതിലേക്ക് ഈ ബോൾസ് വെച്ച് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കായിട്ടുണ്ടാവും. ഫ്ലെയിം കുറച്ചിടുന്ന പരിപാടി ഒന്നുമില്ല, കാരണം ഇതെല്ലാം കുക്കായിട്ടുള്ള സാധനങ്ങളാണല്ലോ. എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടും. തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ പറ്റിപ്പിടിക്കുകയോ ഒന്നുമില്ല. ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അകത്തെ ഫില്ലിംഗ് ഇല്ലാണ്ട് ആ പുറം ഭാഗം മാത്രം കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.